നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പയറുവർഗ്ഗങ്ങൾ കഴിച്ചാൽ തടി കൂടുമോ എന്നുള്ളതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും. നമ്മുടെ കുറേ ക്ലയൻറ്റ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പയറ് കഴിച്ചാൽ തടി വെക്കില്ലേ? തടി വെക്കാനല്ലേ പയറുവർഗ്ഗങ്ങൾ കഴിക്കണ്ടേ? അപ്പോൾ വെയിറ്റ് ലോസിന് അതെന്തിനാ കഴിക്കണേ? അങ്ങനത്തെ സംശയങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, പയറുവർഗ്ഗങ്ങൾ തീർച്ചയായും നിങ്ങൾ ഡെയിലി ഒരു സെർവിങ് എങ്കിലും മിനിമം ഇൻക്ലൂഡ് ചെയ്യണം. പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ. കാരണം ഒന്നാമതായിട്ട് അതിൽ സോല്യുബിൾ, ഇൻസൊല്യൂബിൾ ഫൈബർ ഉണ്ട്. ഫൈബർ നമ്മളെക്ക് നമ്മുടെ മോഷൻ പോകുന്നതിന്, നമ്മുടെ സറ്റൈറ്റി, നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കാൻ നമുക്ക് ഫൈബർ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വയറ്റിലുള്ള ഹെൽത്തി ബാക്ടീരിയസിന് ഒക്കെ ഫൈബർ ആവശ്യമാണ്. അതിൽ സോല്യുബിളും ഇൻസൊല്യൂബിൾ ഫൈബറൊക്കെ നമ്മുടെ പൾസസ്, ദാല്, ലെൻറ്റിൽസിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അത് മൈക്രോ ന്യൂട്രിയൻ റിച്ച് ആണ്. അതായത് നമുക്ക് വേണ്ട പല വൈറ്റമിൻസ്, മിനറൽസ്, നമ്മുടെ അയൺ, പൊട്ടാസ്യം, മാഗ്നീസ്, സിങ്ക്, ഫോളേറ്റ്, മഗ്നീഷ്യം, അങ്ങനെ നമുക്ക് വേണ്ട കുറേ വൈറ്റമിൻസും മിനറൽസും നമ്മൾക്ക് പൾസസിൽ നിന്ന്, ലെൻറ്റിൽസിൽ നിന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്കറിയാലോ, പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ്. പ്രോട്ടീൻ റിച്ച് ആണ്. അതായത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോട്ടീൻ്റെ നല്ലൊരു ഓപ്ഷനാണ് പൾസസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും പൾസസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, പ്രോട്ടീനിലുള്ള നമുക്ക് ബോഡിക്ക് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കംപ്ലീറ്റ് ആകില്ല പൾസസ് മാത്രം കഴിച്ചാൽ. അപ്പം സിറിയൽ പൾസ് കോമ്പിനേഷനിൽ എടുക്കണം. റൈസാണ് എടുക്കുന്നെങ്കിൽ 3:1 റേഷ്യോയിലും, മില്ലറ്റ്സ് ഒക്കെ എടുക്കുന്നെങ്കിൽ 2:1 റേഷ്യോയിലും. മില്ലറ്റ് അല്ല, റൈസാണ് കൂടുതൽ എമൗണ്ട് വരേണ്ടത്. ആ 3:1, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്, അതുപോലെ മില്ലറ്റാണ് 2:1 റേഷ്യോയിലെങ്കിലും നിങ്ങൾ പൾസസും റൈസും ഇൻക്ലൂഡ് ചെയ്യണം. ചില ആൾക്കാർ പൾസസ് മാത്രം, പ്രോട്ടീൻ മാത്രം മതി എന്ന് വിചാരിച്ച്, പക്ഷേ പൾസസിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല, അത് മാത്രം കഴിക്കും. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് സ്പെഷ്യലി വെജിറ്റേറിയൻസിന് കിട്ടാതെ പോകും. നോൺ വെജിറ്റേറിയൻസിന് വേറെ കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടുന്ന വേറെ സോഴ്സുകളുണ്ട്. അതുകൊണ്ടാണ് വെജിറ്റേറിയൻസിന് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കോമ്പിനേഷനിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മളൊരു 100 ഗ്രാം പൾസ് ഓൾമോസ്റ്റ് എല്ലാം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ചെറുപയറൊക്കെ ആണെങ്കിലും ഒരു 300 കാലറി, അതിലൊരു 45-46 സംതിങ് കാർബ് വരും, 22 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ വരും. അതുപോലെയാണ് ഓൾമോസ്റ്റ് എല്ലാ പൾസസിലും. പക്ഷേ നമ്മുടെ സോയാബീനിൽ, സോയ ചങ്ക്സിലൊക്കെ 52 ഗ്രാം പ്രോട്ടീൻ കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ വേണമെങ്കിൽ സോയ ചങ്ക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ്, അത് നമ്മുടെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യും. ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ, പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ വെയിറ്റ് ലോസിനും, PCOD ഉള്ളവരും, ഇത് ഈ പറയുന്ന കണ്ടീഷൻ ഉള്ളവർ മാത്രമല്ല കേട്ടോ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവരും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ കാർഡിയോ വസ്കുലർ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് ആവശ്യമുള്ളവർക്ക് ഒരു ഫുൾനെസ് തരും ഇത്. അതായത് നമ്മൾ കുറേ ചോറ് കഴിക്കുന്നതിന് പകരം കുറച്ച് ചോറും കുറച്ച് പൾസസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾക്ക് വയറ് ഫുള്ളായ പോലെ തോന്നും. ഒരു സറ്റൈറ്റി, നമുക്കൊരു ഫുൾനെസ് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വിശക്കില്ല, ഫുള്ളായിട്ടിരുന്നോളും. അത് നമ്മളെ വെയിറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈവൻ പരിപ്പാണെങ്കിൽ പോലും നിങ്ങൾ 8 മണിക്കൂർ കുതിർത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. പരിപ്പാണെങ്കിലും എന്നെടുത്ത് പറയാൻ കാര്യം, ദാലുകൾ, അതായത് സ്പ്ലിറ്റ് ബീൻസ് എല്ലാം നമുക്ക് മുഴുവനോടെയുള്ള ദാല് പൾസസിനെ അത്ര ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് വരില്ല. എന്നാലും നമ്മൾ ഈ പൾസസ് കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപയർ, വൻപയറൊക്കെ ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കടല, ഗ്രീൻ പീസ് ഒക്കെ 8 മണിക്കൂർ നിർബന്ധമായും കുതിർക്കണം. കുതിർത്താൽ മാത്രം പോരാ, പിറ്റത്തെ ദിവസം കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുതിർത്ത വെള്ളം നന്നായി കഴുകി കളയണം. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു പത പോലെ ഉണ്ടാവും. അങ്ങനത്തെ പത പോലെ വരുന്നതും നിങ്ങൾ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ പൾസസ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാകും. പലരും പൾസസ് കഴിക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇനി അടുത്തൊരു കാര്യം, പൾസസ് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. പരിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ കടലയോ എന്താണെങ്കിലും
ഇഞ്ചി, വെളുത്തുള്ളി, ജീരകമൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ബുദ്ധിമുട്ട് കുറയും. നിങ്ങൾക്കപ്പോൾ കഴിക്കാനും പറ്റും. അടുത്തത് ഈ റേഷ്യോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സിറിയൽ പൾസ്, മില്ലറ്റ് പൾസ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ 3:1, 2:1 റേഷ്യോയിൽ എടുക്കാൻ നോക്കുക. അടുത്ത ഒരു കാര്യം, നിങ്ങൾ ഈ ആഴ്ച ചെറുപയറാണെങ്കിൽ ഈ ആഴ്ച മൊത്തം ചെറുപയർ അങ്ങനെയല്ല. പല വെറൈറ്റി, ഒരു 5 വെറൈറ്റി പൾസ് ദാല് എങ്കിലും ആഴ്ചയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഒരു ദിവസം ചെറുപയർ എടുത്താൽ ഒരു ദിവസം ഇഡ്ഡലിയിൽ നമുക്ക് ഉഴുന്ന് വരുന്നുണ്ട്. പിന്നെ ഒരു ദിവസം പുട്ടും കടല എടുക്കുമ്പോൾ കടല കിട്ടും. പിന്നെ ഒരു ദിവസം എരിശ്ശേരി വെക്കുമ്പോൾ നമുക്ക് വൻപയർ എടുക്കാം. പിന്നെ ഒരു ദിവസം ഇടിയപ്പം ഗ്രീൻ പീസ് കറി എടുക്കാം. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ട് മാറി മാറി നിങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കാം. അപ്പോൾ പൾസസ് നിങ്ങൾ തീർച്ചയായും ഡെയിലി ഒരു സെർവിങ്ങിലും എടുക്കേണ്ട ഒന്നാണ്. പൾസസ് കഴിച്ചാൽ വണ്ണം വെക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ സിറിയൽ പൾസ് കോമ്പിനേഷനിൽ എടുക്കുക, സോക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല കേട്ടോ ഇത്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം. നിങ്ങൾ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്